ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയ് 18-ന് ഞങ്ങളൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ ടൂറിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് മെയ് 18th മോർണിംഗ് ആണ്. ഒരു 9 o'clock 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഇഷായോഗി സെൻറ്ററിലേക്കും പിന്നെ തിരിച്ചു വരുമ്പം 19th മോർണിംഗിൽ തിരിച്ചു വരുമ്പം മലമ്പുഴയിലുള്ള ഫാൻറ്റസി പാർക്കിലും കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചപ്പാത്തിയും ചിക്കനൊക്കെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും കഴിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു പപ്സും ചായ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് പ്രതീക്ഷയോട് ഒന്ന് തപ്പാൻ വിട്ടതായിരുന്നു. പക്ഷെ എവിടെയും കടകളൊന്നും തുറന്നിട്ടില്ല. തുറന്ന കടകളിലൊന്നും പപ്സും ഇല്ല. അപ്പം ഇതിപ്പം മണ്ണുത്തി എത്തി ട്ടോ. എനിക്ക് പിന്നെ എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു. സിം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മൊക്കെ വാങ്ങിച്ച് ഒരു 4 hours കഴിഞ്ഞിട്ട് അത് ആക്ടിവേറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മണ്ണുത്തിയിൽ എത്തി ട്ടോ. മണ്ണുത്തിയിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. അപ്പം ഞാനിനി എന്തെങ്കിലും കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ എവിടെയും നമുക്കൊരു അത്രയും തൃപ്തിയായില്ല. അപ്പൊ നമ്മള് പോവാന്ന് തന്നെ വിചാരിച്ചു ട്ടോ. അപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല ഇത്രയും ദൂരമൊക്കെ ഓടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഹൈവേയിലൊക്കെ എടുക്കാന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു. അത്രയും സ്പീഡിലായിരിക്കും വണ്ടികളൊക്കെ വരിക. അപ്പം എനിക്ക് അത്രയും സ്പീഡിൽ ഓടിക്കാനും പേടിയാണ്. അപ്പം ആളെന്നെ പറഞ്ഞു കുഴപ്പമില്ല നീ ഓടിച്ചോ, എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ആളെടുത്തോണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പം വണ്ടി എടുക്കുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഫുൾ ഓടിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ഫോൺ കംപ്ലൈന്റ് ആയ കാരണം നിതീഷേട്ടൻ്റെ ഫോണിലാണ് ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ബാംഗ്ലൂർ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമ്മള് ഒരു 5 വർഷം മുന്നൊക്കെ നമ്മള് ബാംഗ്ലൂർക്ക് ബൈ റോഡാണ് പോവാറ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അത് ഇങ്ങനെയൊന്നും പോവാത്ത കാരണം അത് ഇങ്ങനെ മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഈ ഒരു പോക്ക് നേരെ ബാംഗ്ലൂർക്ക് പോയാലോ എന്നൊക്കെ തോന്നിട്ടോ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വരാന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിലെ പക്ഷികളുണ്ട്, അതുപോലെ തന്നെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വീടിന്റെ ഉള്ളിലും ബാൽക്കണിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് പുറത്ത് ഒരാൾ വന്ന് ഏൽപ്പിച്ച് അതൊന്നും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് വീട് വിട്ടു പോവാനും ബുദ്ധിമുട്ടാവും. അപ്പൊ നേരെ കോയമ്പത്തൂർക്കാണ് ഇപ്പൊ പോകുന്നത് കേട്ടോ. അധികം സ്പീഡിലൊന്നും ഞാൻ ഓടിച്ചിട്ടില്ല. 80 90 ഒക്കെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും. അപ്പൊ തന്നെ ഞാൻ പതുക്കെ സ്ലോ ആക്കും. അപ്പൊ ഇത് കുതിരാനിലാണ് പോകുന്നത്. അപ്പൊ കുറെ നാളായി ഞാൻ പറയുന്ന അങ്ങനെ ഏഷ്യായോഗ് സെന്ററിൽ പോവാൻ നമുക്ക് അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. കണ്ടിട്ട് നല്ല രസമുള്ള സ്ഥലങ്ങൾ പോലെയുണ്ട്. ഒന്ന് പോവാം. പിന്നെ കോയമ്പത്തൂരല്ലേ, ഒന്ന് പോയി നോക്കാന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്നതല്ലേ എന്ന് വിചാരിച്ചു. അപ്പം മോൻ പറഞ്ഞു അവനെ ഫാന്റസി പാർക്കിൽ പോകണം. സ്കൂളിൽ പോയതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫാന്റസി പാർക്കിൽ പോകണം. പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഫാന്റസി പാർക്ക് അത്രയുണ്ട് നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. വണ്ടർല വെച്ച് നോക്കുമ്പോൾ വണ്ടർലയാണ് നല്ലത്. പക്ഷെ അവൻ അവിടെ പോണെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും പോകുന്ന റൂട്ടിൽ തന്നെയാണ് മലമ്പുഴയിൽ. തിരിച്ചു വരുമ്പോൾ നമുക്ക് മലമ്പുഴ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ സൈഡിൽ കുറെ ചിപ്സിന്റെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ശർക്കര വരട്ടിയും അതുപോലെ ബനാന ചിപ്സും അങ്ങനത്തെ സാധനങ്ങൾ, ചക്ക വറുത്തതൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളിവിടെ കോയമ്പത്തൂർ എത്തിട്ടോ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. നല്ല ഒരു ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ പോകുമ്പോഴൊക്കെ. നല്ല എന്താ പറയാ, കുറേ കാണാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
പക്ഷെ അധികം ട്രാഫിക് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴാണ് ഇത്രയധികം വണ്ടികളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എവിടുന്നാ വന്നേന്നാ മനസ്സിലാവുണ്ടാവില്ല. കാരണം റോട്ടിലൊന്നും അങ്ങനെ ഒരുപാട് വണ്ടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തിട്ടോ. അപ്പൊ ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ ഇതാണ് എൻട്രൻസ് വരുന്നത്. പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോ ഇനിയും ഒന്നും കൂടി പോണം, സൈഡിൽ കൂടെ ഒന്ന് പോണം എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ആരോടും ചോദിക്കാനും നിന്നില്ല, എവിടെയാണ് ഇറങ്ങണ്ടേ, ഇവിടെയാണോ ഇതാണോ സെന്റർ എന്നോ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് തന്നെ അങ്ങനെ പോയിട്ടോ. അപ്പൊ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കൂടെ കയറാം. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പും വിശ്വസിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കോമ്പൗണ്ട് വാളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ സ്റ്റോണുകൾ, വലിയ വലിയ സ്റ്റോണുകൾ വെറുതെ വെച്ചിരിക്കുകയാണ്. അത് മണ്ണ് വെച്ചിട്ടാണ് അത് യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഓലകളില്ലേ, തെങ്ങിന്റെ ഓലയുടെ തുമ്പ് അങ്ങനെ വെച്ച് അങ്ങനെ കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുപോലെ ഓല മുടഞ്ഞിട്ട് അത് വെച്ചിട്ട് കോമ്പൗണ്ട് വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടെ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതാണ് ഇവിടെ സൈഡിൽ ഒരു എൻട്രൻസ് കേട്ടോ. അപ്പൊ ഇവരോട് ചോദിച്ചു, നിങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടാണോ വന്നേന്നുള്ള. അപ്പൊ നമ്മള് മുന്നേ പോയിട്ടുള്ള ഒരാള് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ആള് ഒരു സൈറ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, കോമ്പൗണ്ട് വാളൊക്കെ കണ്ടോ, സ്റ്റോണുകളാണ് ഇതെല്ലാം. അത് മണ്ണ് വെച്ചിട്ടാണ് ഇതൊക്കെ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്തു. നോൺ എ സി ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1400 ആണ് ഒരു ദിവസത്തേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല റൂമായിരുന്നു. എ സി ആകുമ്പോൾ 2400 വരും. അപ്പോൾ നമ്മൾ ഒരു ദിവസമാണ് പോയത്. അപ്പം പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റും ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. മഴ സീസൺ ആയല്ലോ, മഴ തുടങ്ങി. അപ്പൊ പിന്നെ എ സിയുടെ ആവശ്യമില്ല. പിന്നെ ഒരു ദിവസത്തേക്കായിട്ട് പിന്നെ വെറുതെ 1000 rupees വെറുതെ കൊടുക്കണ്ടല്ലോ. അപ്പൊ 1400 rupeesന്റെ നോൺ എ സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് ചേട്ടൻ പോയി സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഉള്ളിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ഇതൊക്കെ കൊടുത്തിട്ട് വേണം, നിങ്ങൾക്ക് ഒരു ടാഗ് തരും, ആ ടാഗ് കൈമിട്ടിട്ട് വേണം പോവാനൊക്കെ ആയിട്ടെന്ന് പറഞ്ഞു. നമ്മള് ഇവിടെയാണ് അവരുടെ ഓഫീസ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ആധാർ കാർഡ് നമ്പർ കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് കൈമിലൊക്കെ ഒരു ടാഗ് ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് പേ ചെയ്തിട്ട് നമ്മൾ ഫുഡ് ബില്ല് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ് ഒക്കെ നമ്മൾ തന്നെ എടുത്തു കൊണ്ടുപോകണം കേട്ടോ. ക്ലീൻ ചെയ്യാൻ ആളുണ്ടാവും, പക്ഷെ പ്ലേറ്റ് ഒന്നും കൊണ്ടുപോകാൻ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അത് കൊണ്ടുപോകണം. അപ്പൊ നമ്മളുടെ ഫുഡ് ഒന്നുമില്ല ഇവിടുത്തെ, ഇത് ഇവരുടേതായിട്ടുള്ള ഫുഡാണുള്ളത്. അപ്പൊ നിതീഷ് ചേട്ടൻ താലിയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് ചോറുണ്ടായിരുന്നു, 2 ചപ്പാത്തി, പപ്പടം, പിന്നെ എന്തൊക്കെയോ കുറെ കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കള് രണ്ടുപേരും പൊറാട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ നോർമൽ പൊറാട്ടയാണ് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് സ്പിനാച്ച് വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു പൊറോട്ടയായിരുന്നു. പ്ലസ് കേർഡ്, അതുപോലെ തന്നെ പിക്കിള്. ഇതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇതെങ്ങനെ കഴിക്കുമെന്ന് അറിയില്ല. ഞാനിത് ജസ്റ്റ് പൊറോട്ട മാത്രം കഴിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പൊറോട്ടയ്ക്ക് മാത്രം. പക്ഷെ ഇതൊക്കെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നു അറിയില്ല. മോന് ഭയങ്കര ഇഷ്ടമാണ് കേർഡ്. പക്ഷെ പൊറോട്ടയും കേടും പിക്കിളൊക്കെ കൂടി കഴിക്കുമെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പം നമ്മുടേതായ ഫുഡുകൾ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ഓർഡർ ചെയ്യില്ല. പക്ഷെ ഇത് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പൊ മോള് ഇത് ഗുലാബ് ജാമുനാന്ന് വിചാരിച്ചിട്ട് നിതീഷ് ചേട്ടൻ അത് എടുത്തു നോക്കിട്ടോ. പക്ഷെ അത് റാഗി മുദ്ദയായിരുന്നു. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പോണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് അത് എന്താ പറയാ, ഒരു പെട്ടെന്ന് നമ്മളൊന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയപ്പോഴേ ആ ഒരു എന്താ പറയാ, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം
ഇനി പോകുമ്പോ കുറച്ചും കൂടി 1-2 ദിവസം നിന്നിട്ടൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു പ്രത്യേക ഫീലാണ് അവിടെ. ഭയങ്കര എന്താ പറയാ, സൈലൻസ് ആണ്. ഒട്ടും അങ്ങനെ ഒച്ചയോ ബഹളോ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര സൈലന്റ് ആണ് അവിടെ. പിന്നെ ഇവിടെ കുറെ സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. അപ്പൊ അവിടെ നമ്മൾ ഡിസ്പ്ലേക്ക് ഇട്ടുള്ള ജസ്റ്റ് ഒരു ഷോളൊക്കെ നോക്കിയപ്പോ തന്നെ 4000 സംതിങ് അത്ര കണ്ടപ്പോ തന്നെ പിന്നെ കിളി പോയി അവിടെ. അപ്പൊ ഇത് അതിന്റെ ഉൾഭാഗമാണ്. അപ്പൊ ഇവിടെ വീഡിയോ എടുത്തപ്പോ അവരുടെ കയ്യിൽ നല്ല ചീത്ത കേട്ടു. വീഡിയോ എടുക്കാൻ പാടില്ല, അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കോട്ടേജിലേക്ക് വരാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സ്ഥലത്ത് വരാണ് കേട്ടോ. അവിടെ തന്നെയാണ്, കുറച്ചും കൂടെ ഒന്ന് നീങ്ങിയിട്ടാണ് ഈ ഒരു കോട്ടേജുകളൊക്കെ വരുന്നത്. എന്ത് രസാ കാണാൻ. അതിന്റെ ആ ഒരു എന്താ പറയാ, ചുറ്റുവട്ടമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ മലകളും അതുപോലെ എന്തോ ഒരു സൈലൻസ്, ഒട്ടും ഒച്ചയും ബഹളം ഒന്നുമില്ലാത്തൊരു സ്ഥലം. അവിടെ വരുന്ന ആൾക്കാരടക്കം അധികം ഒന്നും ഒച്ചയൊന്നും എടുക്കാതെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. കണ്ട ഇവിടുത്തെ കോമ്പൗണ്ട് വാളൊക്കെ നോക്കി ഓലകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നല്ല നീറ്റ് ആക്കിയിട്ട് അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള റൂമുകളായിരുന്നു കേട്ടോ. സ്പേഷ്യസ് ആയിരുന്നു, വൃത്തി ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ശ്രീപാദം 3 ഇതായിരുന്നു. അല്ല, ശ്രീപാദം അല്ല, ശിവപാദം 3-ലായിരുന്നു ഞങ്ങളുടെ റൂമുള്ളത്. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. 304 സംതിങ്, 304 ആണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം നമ്പർ. ഓൾറെഡി നിതീഷ് ചേട്ടൻ ഓപ്പൺ ആക്കിയിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്നാ വായു എന്നിട്ട് ജസ്റ്റ് പുറത്ത് ഇറങ്ങി നിന്നതാണ്. അപ്പൊ ഞാൻ റൂമിലേക്ക് കിടക്കാം. അപ്പൊ ഇതാണ് റൂം വരുന്നത്. ഇങ്ങനെ 2 ചെറിയ കട്ടിലാണ്. പക്ഷെ ഈ കട്ടില് രണ്ടും ഒരുമിച്ചിട്ടെങ്കിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാരും കൂടെ വീഴും. അവരോട് ഒരു ബെഡും കൂടെ എക്സ്ട്രാ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 അഡൾട്ട് 1 കിഡ് എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ബെഡും കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. കണ്ടോ, വലിയൊരു വിൻഡോ വരുന്നുണ്ട്. അതിൽ മസ്കിറ്റോ നെറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അവര്. നല്ല വ്യൂ ആയിരുന്നു. പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതിപ്പോ നമ്മൾ വരുന്ന ഭാഗത്തെ വ്യൂ ആണത്. കണ്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. കാരണം കുറച്ച് ഒരാഴ്ച മുന്നായിരുന്നെങ്കിൽ ചൂടൊക്കെ ആയേനെ. നല്ല വെയിലുള്ള സമയമാകുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടായേനെ. ഇതിപ്പം കുറച്ച് മഴയും കുറച്ച് വെയിലൊക്കെ ആയിട്ടുള്ള സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം കണ്ടോ ഇവിടെ ടേബിള്, കബോർഡ്, ഡ്രസ്സിംഗ് ടേബിള്, അതുപോലെ ടോയ്ലറ്റ് ആണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയാണ്. വാഷ് ബേസിനൊക്കെ ടോയ്ലറ്റിൽ വരുന്നുണ്ട്. പുറത്ത് ഡസ്റ്റ്ബിൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം അതുപോലെ തന്നെ തണുത്ത വെള്ളമൊക്കെ വരാനൊക്കെ ടാപ്പ് ഉണ്ട്. അപ്പൊ അവിടെ അജും ദിഷണൊക്കെ കിടന്നു തുടങ്ങി. വയ്യാണ്ടായി തുടങ്ങി. ഇരുന്നിരുന്ന് വയ്യാണ്ട്. ഇനി കുളിച്ചിട്ട് വേണം അവിടേക്ക് പോവാനായിട്ട്. യോഗയുടെ അവിടെ ലൈറ്റ് ഷോ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ അമ്പലത്തിലേക്ക് കിടക്കണമായിരുന്നു. അത് കിടക്കാൻ പറ്റിയില്ല. കുളിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ നേരെ നമ്മള് ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇത് വരുന്നത്. അതിന്റെ കുറേ വലിപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും കുളിക്കാൻ പറഞ്ഞിട്ട് ആരും കൂട്ടാക്കുന്നില്ല. അപ്പൊ ഇതാണ് കബോർഡ് വരുന്നത്. 4 ഡോറ് വരുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് ഡ്രസ്സുകളൊക്കെ വെക്കാം കേട്ടോ. നമുക്ക് ലോക്കർ പോലെ വരുന്നുണ്ട്. 2 ലോക്കർ ഉണ്ട്. ഈ കബോർഡ് തുറന്ന വെച്ച് അർജുൻ ഓടി വന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ ഇതിൽ ഒളിച്ചിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരു 2 ഗ്ലാസും അതുപോലെ ജഗ്ഗും ഒക്കെ വെച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. പുറത്ത് പിന്നെ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് ഒരു കൂളർ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും ഒക്കെ ആയിട്ട് എടുക്കാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പം നിതീഷ് ചേട്ടനോട് ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷോർട്സ് ഒന്നും അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ആള് മുണ്ടെടുത്തു. അപ്പം പിന്നെ പോയി വന്നിട്ട് വേണം കട്ടിലൊക്കെ ഒരുമിച്ചിടാനായിട്ട്. ഇപ്പൊ ഒരുമിച്ചിട്ടു, പക്ഷെ നമുക്കത് അറ്റത്തേക്ക് ഇടണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അറ്റത്ത് കിടക്കുന്ന 2 ആളും വീഴും എന്തായാലും. അപ്പൊ അത് ചുമരിനോട് ചേർത്തിയിടണം. ഇതാണ് അജുന്റെ ഡ്രസ്സ്. ചൂടുവെള്ളമൊക്കെ ഉള്ള കാരണം അത്യാവശ്യം പെട്ടെന്ന് പോയി കുളിച്ചു വന്നു കേട്ടോ. അർജുൻ ചൂടുവെള്ളം ഇല്ലെങ്കിൽ കുളിക്കില്ല, അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുത്ത വെള്ളത്തിൽ കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഇനി ഞങ്ങൾ നേരെ ഈ ഷൈനി സെന്ററിൽ ലൈറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പം ഒരു 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ എത്തുമ്പോൾ. അപ്പം ആൾക്കാരൊക്കെ വന്ന് നിന്ന് തുടങ്ങി അവിടെ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ നല്ലോണം ഉണ്ടെങ്കിൽ അവിടെ ലൈറ്റ് ഷോ നടക്കില്ല എന്നാണ് കേട്ടത്. പക്ഷെ നമ്മൾ ലൈറ്റ് ഷോ തുടങ്ങുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ മഴയൊക്കെ നിന്നു. അതുവരെ നല്ലോണം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പോകുന്ന സമയത്ത് ചെറുതായിട്ട് ചാറുന്നേ ഉള്ളൂ. അത്യാവശ്യം എന്താ പറയാ, ആൾക്കാരുണ്ട് ഇവിടെ. മലയാളീസും ഉണ്ട് കേട്ടോ. നമ്മള് വരുമ്പൊക്കെ നല്ലോണം മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, എന്ത് രസാ കാണാനായിട്ട്. നമ്മൾ സൈഡില് കാറ് പാർക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോട്ടേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കാർ എടുത്ത് പിന്നെ പോകാൻ പാടില്ല. അവരൊരു ബസ് അറേഞ്ച് ചെയ്യും. 30 മിനിറ്റ്സ് കൂടുമ്പോൾ അവിടെ നിന്ന് ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിലായിരുന്നു വരേണ്ടിയിരുന്നത്. ഞങ്ങൾ എന്താ ചെയ്തതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാർ എടുത്ത് പതുക്കെ പോന്നു. അപ്പോൾ അവർ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇടാന്നുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. അവിടെ ആരും കാർ എടുത്ത് പോയില്ല. പക്ഷെ ഞങ്ങൾ മാത്രം കാർ എടുത്ത് കുറച്ച് സാഹസം കാണിച്ചു പോന്നതാണ് ഞങ്ങള്. പക്ഷെ ചീത്തയൊന്നും പറഞ്ഞില്ല ഞങ്ങളെ. ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ട്രാവൽ ചെയ്യാറ്. ഇപ്പൊ എന്തെങ്കിലും എമർജൻസി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാർ എടുത്ത് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് വരണം തോന്നുകയാണെങ്കിൽ 9:30 ഉള്ളില് കോട്ടേജിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം കാർ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോരാലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ കാർ എടുത്ത് പോകുന്നത് കേട്ടോ. ഇത് അവിടെ ഈ അടയ്ക്കാമരങ്ങൾ വെച്ചിരിക്കുകയാണ്. എന്ത് രസമായിട്ടാണെന്ന് അറിയോ കാണാനായിട്ട്, എന്ത് ഭംഗിയാ കാണാനായിട്ട്. കണ്ടോ, ഇത് ആ സ്റ്റാച്ചുവിന്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ ആണിത് കേട്ടോ. ഒരു സൈഡിലത്തെ വ്യൂ ആണിത്. ശരിക്കും ഇവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം, അപ്പോഴാണ് അതിന്റെ ഒരു ഫീലൊക്കെ കറക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം കുളിച്ചൊക്കെ വരുമ്പോ തന്നെ 5:30 ആയി. പിന്നെ പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും പറ്റിയില്ല കേട്ടോ. എന്നാലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമുക്കങ്ങനെ ചൂടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് മഴയും ഇല്ല, ഒരുപാട് ചൂടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇനി വെക്കേഷനിൽ, അടുത്ത വെക്കേഷനിൽ എപ്പോഴെങ്കിലും ഇവിടേക്ക് പോകണമെന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് മാറി മാറി ഡ്രൈവ് ചെയ്യുന്ന കാരണം ഒരാൾക്ക് മാത്രം അങ്ങനെ റിസ്ക് ആയിട്ട് വരില്ല. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഡ്രൈവറൊക്കെ വെച്ച് പോകുമ്പോൾ ആളെയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പം ഇതാകുമ്പോ സുഖമായിട്ട് ഞങ്ങൾക്ക് മാറി മാറി ഓടിച്ചിട്ടായാലും ഇങ്ങോട്ട് വരാം. അപ്പൊ കുറേശ്ശെ മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ട്ടോ. ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ ഡിക്കിയിൽ 2 കുട ഇട്ടിട്ടുണ്ടായിരുന്നു.
ഒരു വലിയ കുട, ഒരു ചെറിയ കുട ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം നനഞ്ഞ് കുളിച്ച് നിൽക്കേണ്ടി വന്നില്ല. പലരും കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് ഇരുട്ടായി തുടങ്ങിയിട്ടാ. അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ ലൈറ്റ് ഷോ കാണാം. എന്തോ ഭാഗ്യത്തിന് ഞങ്ങള് മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റില്ലായിരുന്നു. അവിടെ പൂജ നടക്കുന്നുണ്ട്. കണ്ടോ സൈഡിൽ അവിടെ അമ്പലത്തിൽ പൂജ നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറക്കി നിർത്തിയിട്ട് അവിടെ ഒരു 2-3 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് അവിടെ മുകളിൽ ശിവന്റെ രൂപം വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ താഴേക്ക് സ്റ്റെപ്പിന് താഴേക്ക് ഇറക്കി നിർത്തിയിട്ട് അവിടെ ഇപ്പോൾ പൂജയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 15 മിനിറ്റ്സ് അവിടെ ലൈറ്റ് ഷോ ഉണ്ടാവും. അപ്പൊ അത് കാണാനാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ മഴയൊക്കെ തോർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. എന്തോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഒരു 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 7:13-14 മിനിറ്റ്സ് ഒക്കെ ഇതുണ്ടായിരുന്നു, ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റ് ഷോടൊപ്പം തന്നെ സദ്ഗുരുവിന്റെ ടോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പം ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഇതിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമോന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇതൊന്നും ഇടാണ്ടിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു എന്താ പറയാ, പ്രേയറും കാര്യങ്ങളും. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ ആ ഒരു ചന്ദ്രക്കലയിലായിരുന്നു ആദ്യത്തെ ലൈറ്റ് വീണത്. പിന്നെ പൊട്ടിലേക്ക് വന്നു. പിന്നെ കമ്മലുണ്ടാവുമല്ലോ, കമ്മലിലേക്ക് വന്നു ലൈറ്റ്. അങ്ങനെ അങ്ങനെ എന്ത് രസമായിരുന്നു എന്ന് പറയാം. നമുക്കിങ്ങനെ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. He transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Khanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. അപ്പം ലൈറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും പോയി തുടങ്ങിട്ടോ. ഞങ്ങൾക്ക് ഇനി ഹോട്ടലിൽ ഫുഡ് ഉണ്ടായിരുന്നു. 2 ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ഫുഡ് എന്ന് ഉദ്ദേശിച്ചത് ഇന്ന് നൈറ്റും നാളെ മോർണിംഗും അവിടെ ഫുഡ് ഉണ്ട്. പക്ഷെ നമ്മൾ അത് കഴിക്കാൻ പോയില്ല കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പുറത്തുനിന്ന് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങള് പുറത്തുനിന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നൂഡിൽസും ബേൽപൂരിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതാണ് കഴിച്ചത് കേട്ടോ ഞങ്ങള്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, അവരൊക്കെ പോയി തുടങ്ങി. അപ്പം നമ്മുടെ കൂടെ വന്നവരൊക്കെ ബസ്സിലാണ് കയറിപ്പോയത് കേട്ടോ. നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ കാറെടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം കാറെടുത്ത് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി അവർ അവിടെ വെച്ചിട്ട് നമ്മൾ ചീത്ത പറയുമെന്ന് പേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങനൊന്നും ഉണ്ടായില്ല കേട്ടോ. കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറ്. നൂഡിൽസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി സ്പൈസി ആയിരുന്നു, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ 2 നൂഡിൽസും 2 ബേൽപൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഏതാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നറിയില്ല. അപ്പം രണ്ടെണ്ണം വെച്ച് പറഞ്ഞത്.
ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നൂഡിൽസ് ആയിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, രണ്ടും രണ്ട് രീതിയിലുള്ള ഫുഡല്ലേ. അപ്പം ഇന്ന് ഡിന്നറിന് ഇതാണുള്ളത് കേട്ടോ. ഞങ്ങൾ കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. വേറെ എവിടെ ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളം ഞാൻ ഡിക്കിയിൽ കുറേ വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുവിധം എല്ലാവരും അധികം ഫുഡ് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഭേൽപൂരി, നൂഡിൽസിന്റെ വെറൈറ്റി ഒന്ന് രണ്ട് തട്ടുകടകൾ പോലെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ അവിടെ തന്നെ കഴിച്ചു പോകുന്നുണ്ട് കേട്ടോ. അർജുൻ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കാറിൽ കയറിയിരുന്നു. അങ്ങനെ റൂമിൽ കയറുന്നതായിട്ട് നമ്മൾ റൂമിലെത്തിയിട്ടോ. അവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് മിണ്ടാതെ പതുക്കെ കയറി പോന്നു കേട്ടോ. അപ്പം റൂമിലേക്ക് വെള്ളം നിറച്ച് കൊണ്ടുപോവാണ്. രാത്രി പിന്നെ ഉറക്കത്തിൽ പിന്നെ എണീറ്റ് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം ഇത് വേറൊരു സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ കേട്ടോ. അങ്ങനെ ആരും, എല്ലാ റൂമിലും ആൾക്കാരുണ്ട്, പക്ഷെ അങ്ങനെ വർത്താനം ഒന്നുമില്ല. ഭയങ്കര സൈലൻസ് ആണ്. വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മേലൊക്കെ കഴുകി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഡ്രസ്സൊക്കെ നമ്മൾ കബോർഡിൽ കയറ്റി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പോരുമ്പോൾ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ബനാന ചിപ്സും അതുപോലെ തന്നെ ശർക്കര വരട്ടി അതുപോലെ തന്നെ അലുവ ഒക്കെ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ അവിടെ കിടന്ന് ഓടുന്നുണ്ട്. അപ്പം ഇനി നമ്മളിപ്പം ഡയറക്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ ലൈറ്റ് ഷോ കാണാനാണ് പോയത്. അപ്പം ഇനി നാളെ കാലത്ത് നേരത്തെ എണീറ്റിട്ട് പിറ്റേ ദിവസം കാലത്ത് നേരത്തെ എണീറ്റിട്ട് അമ്പലത്തിൽ, അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്, അവിടേക്ക് പോകുന്നത്. ഇപ്പം ഏതായാലും നമ്മൾ വന്നു കഴിഞ്ഞാൽ അതും കൂടെ മിസ്സാവണ്ടെന്ന് വെച്ച് നാളെ കുളിച്ചിട്ട് നേരെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻറ്റസി പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഉറങ്ങുന്നതിന് മുന്നേ ഞാനൊന്ന് ഫേസൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. നല്ല പൊടിയൊക്കെ തട്ടിയിട്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനി ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം മെയ് 19th ഞാൻ ഒരു 6 മണിയായപ്പോൾ എണീറ്റു. ആരും എണീറ്റിട്ടില്ല. പുറത്ത് നോക്കുമ്പോൾ നല്ല മഞ്ഞുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ട് ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്നു. പിന്നെ അവരെ വിളിച്ച് എണീപ്പിച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അമ്പലത്തിൽ പോലും നടക്കില്ല. ഇത് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്ങനെ അതുവരെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ക്യാമറ ഒന്നും അലൗഡ് ആയിരുന്നില്ല. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നല്ല രസമായിരുന്നു. ഒരു കുറേ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു ശിവന്റെ വിഗ്രഹം. അവിടെ തൊഴുന്നതൊക്കെ എന്ത് രസമാണെന്ന് അറിയോ. വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ പോയിട്ട് ഇങ്ങനെ തൊഴുവായിരുന്നു ആൾക്കാർ കേട്ടോ. അപ്പം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ. അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ വീഡിയോ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ ഉള്ളിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇഡ്ഡലി, ദോശ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയൊക്കെ കഴിച്ചു ഞങ്ങൾ. എന്നിട്ട് പിന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നല്ല ഫുഡായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ പോയപ്പം ഒരു എന്താ പറയുക, കുറേ സ്റ്റെപ്പുകൾ താഴോട്ട് വന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം അങ്ങനെ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ശിവലിംഗം വെച്ചിരിക്കുകയാണ്. ശിവലിംഗം അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം വെള്ളത്തിൽ കുറച്ച് മാത്രം പൊന്തി നിൽക്കുന്നേ ഉള്ളൂ. അതുപോലെ നാഗങ്ങളുടെ ഇതും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ശിവലിംഗത്തിൽ പോയി തൊഴുന്നുണ്ട് ആൾക്കാർ. അപ്പം അത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് കമഴ്ന്ന് കിടന്നിട്ടാണ് തൊഴുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക,
ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു നമുക്കത് കാണുമ്പോഴൊക്കെ തന്നെ. എങ്ങനെ അങ്ങനെ നിന്ന് തൊടാൻ പറ്റുന്ന അത്ര എക്സ്പെർട്ട് ആയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പം അടിപൊളിയായിരുന്നു. ഇനിയും വരണംന്നുണ്ട്. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഒരു ദിവസമൊക്കെ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. പിന്നെ ഇനി ഞങ്ങൾ ഫാൻറ്റസി പാർക്കിലുള്ളത് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയി വീഡിയോ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.